ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. മാവിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ദോശ ഉണ്ടാക്കി തുടങ്ങട്ടെ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, പാല് കാച്ചാനും വെച്ചിട്ടുണ്ട്. ദോശയുടെ കൂടെ ചമ്മന്തിയാണ്. അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കടുക് ഇപ്പം വറുത്തി ചേർത്തിട്ടുണ്ട്. ഇന്ന് ചമ്മന്തി ഉണ്ടാക്കി. അപ്പം ചമ്മന്തി അല്ലെങ്കിൽ ചട്നി, ചമ്മന്തിക്കറി എന്ത് വേണേലും പറയാം കേട്ടോ. അപ്പം ചട്നിയൊക്കെ റെഡിയായി. ഓരോരുത്തർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. അപ്പം റീച്ചാനടുത്ത് കുറേ നേരം കൊണ്ട് ഞാൻ കഴിക്കാൻ പറയുക. റീച്ച ഇങ്ങനെ താളം തുള്ളി നിൽക്കും. ലാസ്റ്റിലാണ് റീച്ചാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പാത്രത്തിൽ റീച്ചാനാണ് കഴിക്കുന്നത്. അപ്പം കട്ടി കുറഞ്ഞത് പ്രൈസമ്മൻ പറഞ്ഞു, മമ്മി കുറേയും കൂടെ കട്ടി കുറച്ച് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലടാ, പിന്നെ ആ തവയ്ക്കകത്ത് അത്രയും പറ്റും അതുപോലെ അല്ലെങ്കിൽ വലിയ പാൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ ഞാൻ ചായ കുടിക്കാൻ എടുത്തില്ലായിരുന്നു. ലാസ്റ്റിൽ ഞാനും ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി, തുണി കഴുകാനിട്ടു. അങ്ങനെയുള്ള കുസുമത്ത് പണികളൊക്കെ, വെള്ളം നിറയ്ക്കാനൊക്കെ വെച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ മീൻകറി ഉണ്ടല്ലേ, അതിൻ്റെ ഒരു കഷ്ണം 4 കഷ്ണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് കറി മീൻ കഷ്ണം അങ്ങനെ അത്ര താല്പര്യം ഇവർക്ക് തോന്നിയില്ല. ഇവർക്കെന്ന് പറയാൻ പ്രൈസം പറഞ്ഞു, മമ്മി അവൻ ആ പള്ളവശത്ത് മസാല ഒത്തിരി കയറിയിരുന്നത് കൊണ്ട് അവൻ അത്ര താല്പര്യപ്പെട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങ് വറുത്തേക്കാന്ന് വെച്ച് അങ്ങനെ ആ കറിക്കകത്തുനിന്ന് എടുത്ത് ഞാൻ വറക്കും. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാരണം അത്രയും കറി ഞാൻ പിന്നെ പോൾമോന് കുഴപ്പമില്ലായിരുന്നു, എനിക്കും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇവനായിട്ട് എങ്ങനെയാണ് വറക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ കഴിക്കുവാണെങ്കിലല്ലേ നമുക്കൊരിത്. അപ്പോൾ എന്നാൽ കഴിച്ചോട്ടെന്നും പറഞ്ഞ് ഞാനത് വറുത്ത ഉടനെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഇങ്ങനെ ആരെങ്കിലും അഥവാ ഇങ്ങനെ കറിയിൽ നിന്നെടുത്ത് വറക്കുന്നുണ്ടെങ്കിൽ പുതിയ പിള്ളേരും കാണാം. വലിയവർക്കൊക്കെ അറിയാം, എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കല്ലേ, കാരണം ആ മസാല എല്ലാം മീൻ്റെ അകത്ത് പിടിച്ചിരിക്കുമല്ലേ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ നമ്മൾ ആ മസാല അങ്ങോട്ട് ഇടുന്നുണ്ടെങ്കിൽ കരിഞ്ഞും പോവും. നമ്മുടെ ഒരു മൂക്കിലൊക്കെ ആ സ്മെല്ല് ഇങ്ങോട്ട് കയറി ഒരു വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ട്, അത് ഓൾറെഡി വെന്തല്ലേ, ഒന്ന് മൊരിച്ചെടുത്താൽ പോരെ. അപ്പോൾ ചെറിയ തീയിലിട്ടത് മൊരിച്ചെടുത്താൽ മതി. പിന്നെ വേറൊരു മസാല ഞാൻ ഒന്നും നമുക്കതിൽ ചേർക്കണ്ട. ആ മസാലകളെല്ലാം അതിൽ പിടിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു. ഇന്നാളിൽ ഞാൻ എന്തിനോ ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആരും പറഞ്ഞില്ല. അപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇച്ചിരി ലിവർ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ലിവർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. ഇവിടെ ലിവർ ഇങ്ങനെ ഇവിടെ ആരും കഴിക്കത്തില്ല, ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ 1/4 കിലോ റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തത് പ്രൈസമ്മോ നന്നായി. അല്ലെങ്കിൽ ഒരു പീസൊക്കെ അവങ്ങ് തിന്നുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവന് ഇഷ്ടമായി. അവൻ പറഞ്ഞു ഇനിയും ഉണ്ടാക്കുമ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉള്ളത് ഇപ്രാവശ്യം അവൻ ഉച്ചയ്ക്ക് നന്നായിട്ട് 3-4-5 പീസ് കഴിച്ചു. അപ്പോൾ തോരൻ വെക്കുന്നത് ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് കഴുകി വാരി എടുത്തവിടെ ഇച്ചിരി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴുകി വാരി അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ഞാനങ്ങ് വെള്ളം വാലാൻ വെച്ചെന്നേ ഉള്ളൂ. ഇവിടെ നല്ല ചൂടാണ്, നാട്ടിൽ നല്ല മഴ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പ്രതീക്ഷിക്കാതെ ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഇടീ ഭയങ്കര കാറ്റ്, പൂഴിമണ്ണ് നമ്മൾ കേട്ടിട്ടെ, പൂഴിമണ്ണ് പറന്ന് അങ്ങനെ കണ്ണി വീണ് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് ഒരു വല്ലാത്ത കാറ്റ്, പെട്ടെന്നൊരു കാറ്റായിരുന്നെന്ന്. അത് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ പെയ്തെന്ന് പറയുന്നു. ദൈവമേ, തേങ്ങയുടെ വില ഒട്ടും കുറയുന്നില്ല. കഴിഞ്ഞ ദിവസം 2 തേങ്ങ വാങ്ങിച്ചിട്ട് 40 രൂപ. ഞങ്ങൾ പണ്ട് 20 രൂപയ്ക്ക് ഈ ഇവിടങ്ങളിലുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ അവരുടെ ആവശ്യത്തിന് പൂജയ്ക്കൊക്കെ കൊണ്ടുവന്ന തേങ്ങയുണ്ട്. അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുരുട്ടാസ് തേങ്ങയായിരിക്കും. അതുപോലുള്ള തേങ്ങ 40 രൂപ. എന്തോ ചെയ്യുമെന്നുള്ള തേങ്ങ ഇങ്ങനെ. വെളിച്ചെണ്ണയും അതുപോലെ എന്തോ വില. ഞാൻ കഴിഞ്ഞ ദിവസം മലയാളിക്കട പോയെണ്ണ ഒരു കുഞ്ഞു ബോട്ടിലിരിക്കുന്നു, 1/2 കിലോയുടെ ആയിരിക്കാം, 300 രൂപയെന്ന്. അപ്പം ഞാൻ എല്ലാത്തിനും ഇപ്പം ഇച്ചിരി നമ്മളാ ഈ തേങ്ങ ചേർത്തെല്ലാം ഉണ്ടാക്കുന്ന. ഇവിടങ്ങളിലുള്ളവരൊന്നും കാബേജൊക്കെ തോരൻ വെക്കുകയാണെങ്കിലൊക്കെ തേങ്ങ ചേർക്കാറില്ല. നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി നമുക്കൊരിച്ചിരി പേരിന് വേണ്ടിയാലും ചേർത്തേ പറ്റൂ. അങ്ങനെ ഞാൻ ആ ഉരുളൻകിഴങ്ങ് അങ്ങോട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്.
ഉരുളൻകിഴങ്ങ് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ ആ ലിവർ കഴുകി വാരി ആദ്യം വിനാഗിരി ഉപ്പിട്ടൊക്കെ കുറച്ച് നേരം വെച്ചിരുന്നു. പിന്നെ നന്നായി കഴുകി വാരിയെടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. മീൻ ഞാൻ ചെറിയ തീയിൽ മൊരിച്ചെടുത്ത്, അതുപോലെ ആർക്കെങ്കിലും അറിയാൻ വയ്യെങ്കിൽ ഒരു ടിപ്പ്. അപ്പം ഞാനിതിപ്പോൾ തിരിച്ചിട്ടതാ. എന്തുവാണോ ഇപ്പം മസാലയോടുകൂടി ഇട്ടുണ്ടേ അതൊന്ന് തിരിച്ചിടാൻ എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പം നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ പാൻ്റെ ഇങ്ങനത്തെ കാണാൻ വിട്ട് വരാതിരിക്കുവാണെങ്കിൽ ആ തീ അങ്ങ് ഓഫാക്കണം. ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞാൽ പാനൊക്കെ ഒന്ന് തണുക്കുന്ന ഉടനെ നമുക്കിത് ഇളക്കിയിടാൻ പെട്ടെന്ന് പറ്റും, അടി പിടിക്കത്തില്ല. അപ്പം ഞാനിത് ഇളക്കിയിടാൻ പ്രയാസമായതുകൊണ്ട് തീ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് തീ ഇനി ഓണാക്കിയിട്ട് ഈ സൈഡിലൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതേസമയം നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരത്തില്ല. ഇത്തിരി കറിവേപ്പിലൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ കുഴപ്പം വരത്തില്ല. ഇത് നോൺ സ്റ്റിക്ക് അല്ല. അപ്പം ഞാൻ ആ മീൻ വറുത്തത് മാറ്റി വെച്ചിട്ട് പാൻ നന്നായി കഴുകിയിട്ട് അതിൽ തന്നെയാണ് ഞാൻ ഈ ലിവർ ഫ്രൈ ചെയ്യാനെടുത്തത്. അപ്പോൾ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഈ തേങ്ങയൊന്നും ഇഷ്ടമല്ല. അപ്പം നമ്മൾ കഴിക്കുമ്പം എനിക്ക് ഇത്തിരി തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ഇടണോ ഇടണ്ടേന്നും പറഞ്ഞ് ഒന്ന് സംശയിച്ച് നിന്നു. പിന്നെയും ചിന്തിച്ചെന്നാൽ 2 പീസ് അങ്ങ് ഇട്ടേക്കാന്ന്. എന്നിട്ട് ഒരു സവാള ഇട്ടിച്ച് കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. എത്രയ്ക്കാണേലും എത്ര വിലയാന്ന് പറഞ്ഞാലും നമ്മൾ ചില സമയത്ത് അതൊന്നും നോക്കത്തില്ല, ചേർക്കാനുള്ളതങ്ങ് ചേർക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ബീഫ് അച്ചാർ ഇടണമായിരുന്നു. അന്നേരം പോയപ്പം റീച്ചാൻ ഇങ്ങനെ നമ്മളങ്ങനെ ബീഫ് അങ്ങനെ വാങ്ങിക്കാൻ ഈ ഓർഡറുള്ള സമയത്താണ് ആ സൈഡിലോട്ട് പോകുന്നത്. ഇച്ചിരി നമ്മളവിടുന്ന് പോകണം. അപ്പോൾ അന്നേരം ഇച്ചിരി 1/4 കിലോ ലിവർ കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരിച്ചിരി ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ വേവിച്ചത്. എന്നിട്ട് മസാലയുടെ പച്ചമണം പോകുന്നുണ്ട് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ആ ലിവറൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നായിരുന്നു. അത് ഇതിലിട്ട് കൊടുത്ത് നന്നായി അതവിടെ ചെറിയ തീയിനി കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അങ്ങനെ ഞാൻ ചെറിയ ഈ ലിവറൊക്കെ വറക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഞാനൊരിച്ചിരി ലാസ്റ്റ് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞ് താണ്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തൈരുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൈരൊക്കെ ഒന്ന് ഉടച്ച് ഇത്തിരി മോരൂടെ കാച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരുകറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും വെന്തായിരുന്നു. ഞാനത് നന്നായിട്ട് വെന്തായിരുന്നു. ഞാനത് ഒരു ഇച്ചിരി ഒന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് ഉടഞ്ഞ് കിട്ടി. ഈ പരുവാണ് നല്ലത്. അപ്പം ഉരുളൻകിഴങ്ങ് തോരനും റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇതിപ്പം ഞാൻ പിന്നെ വൈകിട്ട് രാത്രിയിലാണ് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്ന നാളത്തേക്കിന് ഇത്തിരി ഫുഡ് വലിയ വിഭവസമർത്ഥമായിട്ടൊന്നുമില്ല, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ ഞാൻ റീച്ചാൻ പറഞ്ഞു വിളിച്ച് പറ ഇച്ചിരി ചിക്കൻ കൊണ്ടുവരാം. അങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് ഞാൻ വിനാഗിരി ഉപ്പുമൊക്കെ ഇട്ട് കഴുകി വാരി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മസാല പുരട്ടി വെച്ചേ. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഞാൻ കടുക് ഇപ്പോൾ ഇട്ടില്ല, കാരണം ലാസ്റ്റ് കടുക് വറക്കണ്ടിയിട്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ഒരു 2 കിലോയോളം ചിക്കനുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഒരു 2 കുടത്തിൽ കൂടുതൽ വെളുത്തുള്ളിയുണ്ട്. ഇഞ്ചി ആണെങ്കിലും നല്ല 2 വലിയ കഷ്ണം ഇഞ്ചി, എന്നിട്ടൊരു 6-7 സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് ഈ സവാളയൊന്ന് വഴറ്റട്ടെ. എന്നിട്ട് ഇത് ഞാൻ തണുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ ഞാൻ കടുക് വറുത്ത് ചേർക്കത്തുള്ളൂ. കാരണം നമ്മൾ അന്നേരം ഫ്രഷ് കടുക് വറുത്ത് ചേർക്കുമ്പോൾ ഒരു നല്ല മണോ, അല്ലാതെ ഇപ്പോഴേ കടുക് വറുത്തിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതിനേക്കായി എൻ്റെ ഒരു തിങ്കിങ് അങ്ങനെ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തേ. അപ്പം എനിക്ക് രാവിലെ ആകുമ്പം എല്ലാം കൂടെ, കാരണം 12:30 ആകുമ്പോഴത്തേക്കിന് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു. നമ്മുടെ അപ്പുറത്തെ ഒരു മോനവൻ ഇവിടെ വീടുണ്ട്, അവർക്ക് എന്തോ ആവശ്യത്തിന് അവൻ ഇൻഡോറിൽ നിന്ന് വരുക. അപ്പം ഞാൻ ചിന്തിച്ച് ഉച്ചയ്ക്ക് ഫുഡ് ഇവിടുന്ന് കൊടുക്കാം. അപ്പം രാവിലെ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിന്നാൽ ഇവന്മാരും ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അഥവാ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല. 12 ആകുമ്പോഴത്തേനും അവനും എന്നിട്ട് പോവുകയും വേണം വേറെ സ്ഥലത്തൊക്കെ. അതുകൊണ്ട് അതിന് മുമ്പിട്ട് വന്നാലോ എന്നും പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ചിക്കൻ അങ്ങ് വെച്ച് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നോണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായി ഒന്ന് ചെറിയ തീയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുത്തേ.
അപ്പം മസാലയൊക്കെ കണ്ടില്ല, അതിൻ്റെയൊക്കെ കളറെല്ലാം മാറി മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച് ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പം നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത്, ഇതിപ്പോൾ 2 കിലോയുടെ മസാലയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കടുക് വറക്കത്തില്ലേ, ആ സമയത്തൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഇല്ലായിരുന്നു. ടൊമാറ്റോ ഉണ്ടെങ്കിൽ 2 ടൊമാറ്റോയുടെ അരിഞ്ഞ് ഈ ഉള്ളി വഴറ്റി കഴിഞ്ഞ് ടൊമാറ്റോയുടെ ചേർത്ത് വഴട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പൂടെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് നേരം ഈ മസാലയ്ക്കകത്തിട്ട് തന്നെ ഈ ചിക്കനെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഇപ്പം ഞാൻ ഒഴിക്കുന്നില്ല. തീ ഇച്ചിരി കുറച്ചിട്ടുണ്ട്, കാരണം മസാല അടുക്കി പിടിക്കാതെ ഈ ചിക്കൻ ഇച്ചിരി ഒന്ന് ചൂടായാലേ അതിൽ നിന്ന് വെള്ളം ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് ആ ചിക്കൻ ഒന്ന് ഈ മസാലയുടെ കൂട്ടത്തിയിട്ട് നന്നായിട്ടൊരു മിനിറ്റിലുമൊക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്ത് ഞാൻ ആ മസാലയൊക്കെ എടുത്ത ബൗളിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനി അവിടെ കിടന്ന് വെന്ത് അതിൽ നിന്ന് വെള്ളം ഇറങ്ങട്ടെ. ഇതൊന്ന് അടച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇതിപ്പോൾ അടിക്കട്ടിയുള്ള പാത്രമാണ്, ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കും. എന്നിട്ട് അടിക്കെങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കും, കാരണം ചൂടാകുമ്പം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് നന്നായി വെന്ത് ചാറൊക്കെ കുറുകി വന്നുകൊണ്ട് തണുത്തതിന് ശേഷം ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേന്നെത്തിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനിതിന് കടുക് വറക്കാനായിട്ട് പാൻ വെച്ച് അതിലിട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ടീസ്പൂൺ കടുക് ഇട്ടു. ഇതിലേക്ക് ചിലർ പറയും ഞങ്ങൾ കടുക് പൊട്ടിക്കാറില്ലെന്ന്. കടുകൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ, കടുക് പൊട്ടിക്കാതെ ഉപയോഗിക്കുന്നവർ കടുക് പൊട്ടിച്ച് ഓർക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ അന്ന് കേരള സ്റ്റോറിൽ പോയ കൊച്ചുള്ളി വാങ്ങിച്ചായിരുന്നു. ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി വലിയ കൊച്ചുള്ളിയായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലേ ഒന്ന് മതി. നിങ്ങൾക്ക് പാനിൻ്റെ അകത്ത് ഒത്തിരി ഓയിലായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഒത്തിരി ഓയിലില്ല കേട്ടോ, ഇത് കുറച്ച് ഓയിലേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കണ്ടേ, നമ്മുടെ സാധനങ്ങളെല്ലാം മുകളിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വാടുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മുരിച്ചതിലോട്ട് ചേർക്കാമേ. അപ്പം നല്ലൊരു മണം കിട്ടും. ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ട ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുന്നത്, ഞാൻ ചിലപ്പോഴേ അത് ചേർക്കാറുള്ളൂ. അതുപോലെ കടുക് വറക്കുന്ന സമയത്തും എത്രയും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാമോ, വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആ കറികൾക്കൊക്കെ ഒരു നല്ലൊരു ഗുമാ മണം കിട്ടും. അപ്പം കടുക് കൂടെ വറക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.